ഒരു സംവിധായകൻ എന്ന നിലയിൽ മലയാള സിനിമയിൽ ഇപ്പോൾ മനസ്സിലുള്ളൊരു സിനിമ തീർക്കാനുള്ളൊരു സ്പേസ് ഇല്ലയെന്ന് തോന്നുന്നുണ്ടോ എപ്പോഴെങ്കിലും? അതുപോലെ ഇപ്പോൾ മലയാള സിനിമാ രംഗത്ത് നിന്നൊരു കിട്ടുന്നൊരു സപ്പോർട്ട് അതൊക്കെ എത്രത്തോളം? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സത്യമായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റങ്ങളിലും പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിലോട്ട് വന്ന ഒരാളല്ല ഞാൻ. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാകില്ലെന്ന് ആദ്യമേ തന്നെ തികച്ചും 100% തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മളെ അവർ സപ്പോർട്ട് ചെയ്തു, ഇവർ സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോക്കസ് സപ്പോർട്ട് ചെയ്തു, വേറെ. അപ്പോൾ അങ്ങനത്തെ ഒരു സപ്പോർട്ടും ഉണ്ടാകില്ലെന്ന്, അല്ലെങ്കിൽ ഇവിടെ സിനിമ എടുക്കാൻ വരുന്ന ഒരു ചെറുപ്പക്കാരനും അങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റവും ഇല്ല, ചെറുപ്പക്കാരനും ഇല്ല, ആർക്കും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റവും ഇല്ല നമുക്ക്. അതേപോലെ തന്നെ ആരും ഇവിടുത്തെ നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റം ഒരിക്കലും അങ്ങനെ ഓപ്പണായിട്ട് ഇവിടെ വരുന്ന പുതിയ ചെറുപ്പക്കാരെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കാനായിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് ഇല്ലതാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കെങ്കിലും കയറി വരണമെങ്കിൽ ഇടിച്ചു കുത്തി മാത്രമേ കയറി വരാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ള എല്ലാ യൂഷ്വൽ നോംസിനോടും നമ്മൾ ഫൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റവും നമുക്ക് ഒരു സ്ഥലത്തും കിട്ടുമെന്ന് ഒരു കാരണവശാലും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള പല ഫിലിം മേക്കേഴ്സും പല സിനിമോട്ടോഗ്രാഫേഴ്സും പല പാർട്ടികളും അവർ പുറത്തു പോയപ്പോൾ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രക്ഷപ്പെട്ടാൽ എവിടെയും രക്ഷപ്പെടാം എന്ന് പറയുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം വലിയ പെരുന്നാൾ കണ്ടിട്ടുള്ളതുകൊണ്ട് ഈ പിന്നീട് വരുന്ന പെരുന്നാൾ അത്ര വലിയ പെരുന്നാളല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ല സ്കൂളാണ്, ആ രീതിയിൽ നല്ല കളരിയാണ്. ഒരിക്കൽ സത്യൻ അന്തിക്കാട് പറയുകയുണ്ടായി, അദ്ദേഹത്തിന് ഒരിക്കലും സാധാരണ മനുഷ്യരിൽ നിന്ന് മാറി നിൽക്കുന്ന ചിത്രങ്ങൾ ചെയ്യാൻ കഴിയില്ല, അതുപോലെ പ്രത്യേകിച്ച് തോക്കെടുക്കുന്ന ചിത്രങ്ങൾ വഴങ്ങില്ല എന്നൊക്കെ പറഞ്ഞു. ആ അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. ഇപ്പോൾ അമൽനീര ചിത്രങ്ങളോ അതിലെ കഥാപാത്രങ്ങളോ ഒക്കെ തോക്കുകൊണ്ടാണോ മറുപടി പറയുന്നത് കൂടുതലും? ഇത്തരം ചിത്രങ്ങളോടാണോ താല്പര്യം? ഇല്ല, അങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പേഴ്സണലി എനിക്ക് പല രീതിയിലുള്ള ടേസ്റ്റുകളുണ്ട്. ഞാൻ പല സിനിമകളെ കാണാറുണ്ട്. ഇപ്പം നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ഇപ്പോൾ സത്യൻ സാറിൻ്റെ സിനിമകൾ, ഞാൻ സത്യൻ അന്തിക്കാട് സാറിൻ്റെ സിനിമകൾ കണ്ടു വളർന്നിട്ടുള്ള ഓഡിയൻസിൽ പെടുന്ന ഒരാളാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം എനിക്ക് ഇഷ്ടമുള്ളൊരു ഫിലിം മേക്കറാണ്, പലരും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു ജാപ്പനീസ് ഫിലിം മേക്കറാണ് ഓസു എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം. അപ്പോൾ മലയാളത്തിലെ ഓസു ആയിട്ട് വേണമെങ്കിൽ സത്യൻ സാറിനെ പറയാവുന്ന ഒരാളാണ്. കാര്യം ഓസു ചെയ്തിട്ടുള്ള സിനിമകളും മുഴുവൻ ഇതേപോലെ കുടുംബകഥകളും അതേപോലെ അതിൻ്റേതായിട്ടുള്ള ചില രീതികളിലാണ്. ഓസുവിൻ്റെ ഒരു ഷോട്ട് വെക്കുന്ന പുള്ളി വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജപ്പാനീസുകൾ മുട്ടുകുത്തിയായിട്ട് അവരുടെ ഇരിക്കുന്നതിൻ്റെ ഒരു ആംഗിളിൽ നിന്ന് പുള്ളി ക്യാമറ ആംഗിൾസ് പോലും വെക്കുകയുള്ളൂ. കാര്യം ലോയും അല്ല മുകളിലും അല്ല, ഒരു മിഡിലായിട്ടുള്ള. അപ്പം അങ്ങനെ അതപ്പോൾ എനിക്കറിയില്ല, നമ്മൾ കാണുന്ന പല ഫിലിം മേക്കേഴ്സിനും അവരുടേതായിട്ടുള്ള വർഷങ്ങളായിട്ട്, ഇപ്പോൾ ഏത് ഫിലിം മേക്കറിനാണെങ്കിലും വർഷങ്ങളായിട്ട് അവർ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു ഫ്രഞ്ച് സംവിധായകനാണ് ക്ലോഡ് ഷാബ്രോളിൻ്റെ ആദ്യത്തെ സിനിമയിലും 100ാമത്തെ സിനിമയിലും അയാൾ ഒരേ പ്രോഗ്രാം തന്നെ വർക്കൗട്ട് ആക്കാനായിട്ട് ശ്രമിക്കുന്നത് കണ്ടിട്ട് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്, അവസാനത്തെ പടം ഫസ്റ്റ് ഫിലിം 1940s 30s ഉള്ള പടവും അവസാനത്തെ പടം 2000 ശേഷമുള്ള പടവും. പക്ഷേ ഈ രണ്ടിലും പുള്ളി ഒരേ കാര്യം തന്നെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊരു നോർമലായിട്ട് ഒരു മനുഷ്യനല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതികളിലുള്ള സംഭവം ഉണ്ടാകും. പക്ഷേ ഞാൻ കാണുന്ന സിനിമകളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓസുവിൻ്റെ സിനിമയും കാണാറുണ്ട്, സത്യൻ അന്തിക്കാട് സാറിൻ്റെ സിനിമയും കാണാറുണ്ട്, പ്രിയൻ സാറിൻ്റെ സിനിമയും കാണാറുണ്ട്. അങ്ങനെ പല ഫിലിം മേക്കേഴ്സിൻ്റെ സിനിമ കാണുന്ന ഓഡിയൻസിൽ പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്കിപ്പം എടുക്കാൻ തോന്നുന്ന സിനിമകളാണിത്. അപ്പം ഞാനിപ്പം എനിക്ക് സത്യസന്ധമായിട്ടും എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഞാൻ ഈ സിനിമകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നാളെ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കഴിയുകയും ഞാൻ ചിലപ്പോൾ തോക്ക് കളയാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു രീതിയിലുള്ള ഫിലിംസ് എടുക്കാനായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും അപ്പോൾ എൻ്റേതായിട്ടുള്ള എനിക്ക് തോന്നുന്ന ഒരു ഫിലിം മേക്കിങ്ങിലോട്ട് അപ്പോൾ എനിക്ക് ചെയ്യാനായിട്ട് സന്തോഷം തരുന്ന ഒരു ഫിലിം മേക്കിങ്ങിലോട്ട് ഞാൻ മാറുമായിരിക്കാം. ചിലപ്പോൾ ഒരു ദിവസം ഞാൻ നന്നാവുമായിരിക്കാം. ചെയ്ത സിനിമകൾ അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും ബാധിക്കുന്നതായിട്ട് മാറിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇപ്പോൾ കൊച്ചിയിലെ ഗുണ്ടായിസം 1-2 ചിത്രങ്ങളിൽ പ്രധാന ഇടങ്ങളായിരുന്നു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ആരെന്നെങ്കിലും വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു സിനിമ എടുക്കുമ്പോഴേ കാര്യം
നമ്മൾ സിനിമ എടുക്കുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ എനിക്ക് ആകെ പറയുന്നത് നമ്മളിപ്പോൾ ഇപ്പം ഞാൻ സിനിമയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തിയറിയിൽ ഞങ്ങളെ ഫിലിം സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഹാറ്റ് ബിക്കംസ് എ ടൈഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തൊപ്പി നമ്മൾ സിനിമയെ കാണിച്ചു കഴിഞ്ഞാലും വെറുതെ ഒരു തൊപ്പി കാണിച്ചു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്നവന് അത് പുലിയാണെന്ന് പറയാം, അല്ലെങ്കിൽ തോന്നാം. അത് ആ ഇരിക്കുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചുള്ളൂ. ഇപ്പം ഞാൻ ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പം എന്നെ സംബന്ധിച്ചുള്ള ഹീറോയിനും ഞാനും എൻ്റെ ഗേൾ ഫ്രണ്ടും ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെയാണ് ടൈറ്റാനിക് വർക്കാകുന്നത് എന്ന് വിശ്വസിക്കുന്ന, അതാണൊരു കമേഴ്ഷ്യൽ ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു ഇത് തന്നെ അതാണ്. കാര്യം നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും നിങ്ങൾ ഹീറോ ആവുകയും ഹീറോയിൻ ആവുകയും അങ്ങനെയല്ല നമുക്ക് അതിനകത്ത് ഐഡൻറ്റിഫിക്കേഷൻസിന് വേണ്ടി നമ്മൾ പരതുകയും ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സിനിമ എടുക്കുന്നത് നേരത്തെ തന്നെ ഒരു പ്രാവശ്യം ഞാൻ സുധിക്ക് എന്ന ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സിനിമ ചെയ്യുന്നത് ഇവിടെ കഥ എഴുതുന്നവർക്കോ കവിത എഴുതുന്നവർക്കോ പടം വരയ്ക്കുന്നവർക്കോ ഇൻ്റർനെറ്റിൽ ആർക്കും എന്തും എഴുതാം, അതിനൊരു സെൻസർഷിപ്പും ഇല്ല. ഇവിടെ ഇൻ്റർനെറ്റിൽ ആർക്കും എന്തും എഴുതാം, ഇവിടെ ടി വിയിൽ ആർക്കും എന്തും കാണിക്കാം, അതിനകത്ത് ഒരു സെൻസർഷിപ്പും ഇല്ല. ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയയ്ക്ക് ആരെയും എന്തും എങ്ങനെയും ആക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു വന്നിട്ട് മീഡിയയ്ക്ക് ആരെയും എന്തും ആക്കാം. അത് നമ്മൾ മീഡിയ ആടിനെ ആനയാക്കുന്നതും ആനയെ ആടുമാക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ആർക്കും എന്തും പറയാം. പക്ഷെ ഞാൻ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ഞാനിവിടെ ഈ നാട്ടിൽ സിനിമ എടുക്കുമ്പോൾ എൻ്റെ സിനിമ കാണാനായിട്ട് കേരളത്തിൽ നിന്ന് സൊസൈറ്റിയുടെ പരിച്ഛേദങ്ങളായിട്ടുള്ള 51 പേരിൽ നിന്ന് ഏകദേശം 10 പേരെയോ 12 പേരെയോ വിളിച്ചിരുത്തിയിട്ട് സെൻസർ ചെയ്തിട്ടാണ് എൻ്റെ സിനിമ ഇറക്കുന്നത്. അവരെൻ്റെ സിനിമ കട്ട് ചെയ്യുകയും മ്യൂട്ട് ചെയ്യുകയും എല്ലാം ചെയ്തിട്ട് അതിന് UO UAO AO സർട്ടിഫിക്കറ്റോ തന്നിട്ടാണ്. സിനിമാക്കാരന് മാത്രമുള്ളതാണ് ഈ സെൻസർഷിപ്പ് ഈ നാട്ടിലുള്ളത്. നിങ്ങൾ ദുബായിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് തുറക്കാൻ പറ്റില്ല, ഫേസ്ബുക്ക് തുറക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾക്ക് യൂട്യൂബും ഫേസ്ബുക്കും നിങ്ങൾക്ക് വേണ്ട എന്ത് സൈറ്റും തുറക്കാം. നിങ്ങൾക്ക് വേണ്ട എന്ത് വൃത്തികേടും നിങ്ങൾക്ക് എഴുതാം, ആർക്കും എഴുതാം. അതേപോലെ നിങ്ങൾക്ക് ടി വിക്ക് ഒരു സെൻസർഷിപ്പും ഇല്ല. ഏത് ന്യൂസ് റീഡറിനും ഏത് ഇതിലും ആന ചവിട്ടിക്കൊല്ലുന്ന കാണിക്കാം, ഷോക്കടിച്ച് മരിക്കുന്ന കാണിക്കാം. കഴിഞ്ഞ ദിവസം ടി വിയിൽ കാണിക്കുന്നുണ്ട്. കാര്യം എനിക്ക് പേടിയായി കണ്ടു കഴിഞ്ഞപ്പോൾ. കഴിഞ്ഞ ദിവസം നമ്മുടെ ടി വി കാണിച്ചിരുന്ന ഇപ്പോൾ ഒരു പിഞ്ചു കുട്ടിയെ കൊന്ന മുത്തശ്ശൻ, സൈക്കോപാത്തായിട്ടുള്ള മുത്തശ്ശൻ, അയാളെയും ആ കുട്ടിയെയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ബ്ലഡിൽ ഒളിച്ചിരിക്കുന്ന ഒരു പിഞ്ചു കുട്ടിയും ടി വിയിൽ ഫ്രണ്ടലായിട്ട് വീടുകളിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കാണിക്കാറില്ല എൻ്റെ സിനിമകളിൽ. എനിക്കത് വലിയ ഉറപ്പുണ്ട്. ഞാനിതൊന്നും എൻ്റെ സിനിമകളിൽ കാണിക്കാറില്ല. ഞാൻ എടുക്കുന്ന സിനിമ ഇതേപോലെ ആൾക്കാർ സെൻസർ ചെയ്ത് കട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത് സർട്ടിഫിക്കറ്റ് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം, കാര്യം അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ സിനിമ എടുത്തതിന് ശേഷവും കാര്യം അതാകെ കൂടി ഇവിടുത്തെ സിനിമാക്കാരൻ മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്രം. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ റോട്ടിൽ ഒരാൾ ഇരുന്ന് മരിക്കുമ്പോഴത്തേക്ക് അത് ഷൂട്ട് ചെയ്യാനായിട്ടാണ് 100 പേരുള്ളത്. അത് അയാളെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് 2 പേര് പോലും ഇല്ല എന്നുള്ള ഒരു റിയാലിറ്റിയിലാണ്. അത് ഷൂട്ട് ചെയ്ത് സുഹൃത്തുക്കൾക്ക് നമ്മൾ MMS ആയിട്ട് അയക്കുന്നു. നമ്മൾ അതേപോലെ പല വീരകൃത്യങ്ങളും MMSലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നു ചെയ്യുന്നൊരു സൊസൈറ്റിയാണ്. അപ്പോൾ ആ സൊസൈറ്റിയിൽ നിന്ന് ഞാൻ സിനിമ എടുക്കുന്ന ഇത്തരം അവസ്ഥയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ തികച്ചും അതിൻ്റെ എല്ലാ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ അൺഡെമോക്രാറ്റിക് ആയിട്ട് ഒരു ജനാധിപത്യവുമില്ലാതെ എൻ്റെ സിനിമയിൽ മാത്രം. അതേപോലെ തന്നെ നമ്മുടെ സെൻസർ ബോർഡിലൊക്കെ എത്രയോ സാഹിത്യകാരന്മാരിരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം കുറച്ച് നാളുകൾ മുമ്പ് കേരള സാഹിത്യ അക്കാദമിയിൽ നിന്ന് P. വത്സൽ ഒരു ഇത് പറഞ്ഞിരുന്നു, സാഹിത്യത്തിൽ സെൻസർഷിപ്പ് വേണമെന്ന്. അന്ന് ഇവിടുത്തെ മുഴുവൻ സാഹിത്യകാരന്മാരും കൂടെ ഇറങ്ങി അവരെ ചീത്ത പറഞ്ഞാണ്. പക്ഷെ എത്രയോ സാഹിത്യകാരന്മാർ അന്തസ്സായിട്ട് മലയാള സിനിമയുടെ സെൻസർ ബോർഡിൽ ഇരിക്കുന്നുണ്ട്. അവരെൻ്റെ സിനിമകൾ കട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, മ്യൂട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എൻ്റെയും ഞങ്ങളെടുക്കുന്ന എല്ലാവരുടെയും സിനിമകൾ മ്യൂട്ടും കട്ടും ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ഒന്നും സാഹിത്യമോ അല്ലെങ്കിൽ ഒന്നും കട്ട് ചെയ്യരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ സിനിമകൾ എടുക്കുന്നത്. അമൽ നീരദ് എന്ന സംവിധായകൻ്റെ മുൻപോട്ടുള്ള ഒരു യാത്ര എവിടേക്കാണ്? അല്ല, ഇപ്പം അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാനില്ല. ചിലപ്പോൾ ഒരു അന്യഭാഷാ സിനിമയായിരിക്കും. അങ്ങനെ ഒരു പ്ലാൻ ഇങ്ങനെ ചർച്ച നടക്കുന്നുണ്ട്. ചിലപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഇല്ല സത്യസന്ധമായിട്ടും പറഞ്ഞാൽ. ഒരു സിനിമ കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു വാക്വം തന്നെയാണുള്ളത്. അപ്പോൾ അടുത്തൊരു സിനിമ അതിൻ്റേതായിട്ടുള്ള പ്ലാനുകളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതൊന്ന് ആലോചിച്ചിട്ട് തന്നെ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടൈം എടുത്തിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ ക്രിയാത്മകമായിട്ടുള്ള എല്ലാ വിമർശനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടും
ക്രിയാത്മകമല്ലാത്ത എല്ലാ വിമർശനങ്ങളും അതർഹിക്കുന്ന പുച്ഛത്തോടു കൂടി തന്നെ തള്ളിക്കൊണ്ടും തന്നെ ആയിരിക്കും അടുത്ത സിനിമ.